ഫിലിപ്പിയർ 3:21 അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇത് സംഭവിക്കുവാൻ പോകുന്ന ഒരു പ്രവചനമാണ്. This is a prophecy which is going to happen yet. എന്നാൽ ഇതിന് രണ്ടർത്ഥങ്ങൾ ദൈവസന്നിധിയിൽ ദൈവവചനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു. But in the word of God we have two meanings for this. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അവൻ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ആ ടൈം വരുന്നു. കല്ലറയിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും ഉണരുന്ന പുനരുത്ഥാനത്തിന്റെ ദിനങ്ങൾ വരുന്നു. എന്നാൽ മറുഭാഗത്ത് ഒന്നാമത്തെ വാക്കിൽ നിന്ന് ഒരു സത്യം ഞാൻ വ്യക്തമാക്കുന്നത്, ദൈവത്തിന് ഇപ്പോഴും എപ്പോഴും ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ ശക്തി. ദൈവത്തിന് സകലത്തെയും കീഴടക്കുവാൻ കീഴ്പ്പെടുത്തുവാൻ കഴിയും. അത് ഇന്നലകളിൽ മാത്രമല്ല, അത് നാളുകളിൽ മാത്രമല്ല, അത് ഇന്നും സംഭവിക്കും. ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം yesterday, today and he is forever. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ദൈവത്തിന് ഇന്നും അത്ഭുതം ചെയ്യുവാൻ കഴിയുമെന്നും ദൈവത്തിന് ഇന്നും ചിലത് കീഴ്പ്പെടുത്തുവാൻ കഴിയുമെന്നും അവന്റെ ശക്തിയാൽ അവനൊന്നും അസാധ്യമല്ലെന്നും നിങ്ങൾക്ക് ഇപ്പോൾ വിശ്വസിക്കുവാൻ കഴിയുന്നോ അതോ മരിച്ചു കഴിഞ്ഞിട്ടേ വിശ്വസിക്കുന്നുള്ളോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ഇത് രണ്ടും സാധ്യമാണ്. ഈ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരമാക്കുവാനും അവന്റെ ശക്തി മതിയായതാണ്. ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ നിനക്ക് വിരോധമായി നിൽക്കുന്ന പലതിനെയും തകർത്തുടയ്ക്കുവാനും അവന്റെ ശക്തി മതിയായ ശക്തിയാണ്. സകലത്തെയും തനിക്ക് തന്റെ നാമത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയും. In the future, when the second coming of the Lord happens, our lowly body will be transformed into a glorious body. That is the future consummation of this words. But as the dear pastor says, this has a present relevance. That is, at the present time, if a person believes that any situation, any particular problem that person is undergoing, when that person believes that the Lord's name is able to help me to subdue that situation, or if a miracle or a supernatural thing is going to happen in my life through the power of the Holy Spirit, now if someone believes, that will happen in that person's life. സകലത്തെയും സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നു. All things, സകലത്തെയും സകലവും തനിക്ക് കീഴ്പ്പെടുന്നു. Through his power, through his power, through his power. Power. Can you please say that word here? Power. വായ്കൾ തുറന്ന് എല്ലാവരും പറഞ്ഞേ ശക്തി. ശബ്ദം ഉയർത്തി ശക്തി. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എന്റെ മെസ്സേജ് ഇന്നിവിടെ സംഭവിക്കുവാൻ പോകുന്നത് ഇത് തന്നെയാണ്. ആക്ടിവേറ്റിംഗ് ദ പവർ ഓഫ് ഗാഡ്. ദൈവശക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യുക. ഇവിടെ വായിച്ച വാക്യത്തിനകത്ത് പ്രധാനമായും ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. സകലവും തനിക്ക് കീഴ്പ്പെടുന്നു. ശകലമല്ല, സകലവും തനിക്ക് കീഴ്പ്പെടുന്നു. എങ്ങനെ? തന്റെ ശക്തിയാൽ. ത്രൂ ഹിസ് പവർ. നിങ്ങൾ ദൈവത്തിന്റെ ശക്തി ശരിക്കും കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ ദൈവത്തിന്റെ ശക്തി ശരിക്കും അനുഭവിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ദൈവത്തിന്റെ ശക്തി ശരിക്കും ആഴമായി അറിഞ്ഞിട്ടുണ്ടോ? ശരീരത്തിൽ BP എത്ര ഉണ്ടെന്ന് അറിയാനുള്ള മെഷീൻ നിങ്ങളുടെ വീട്ടിലുണ്ട്. അത് വെച്ച് നിങ്ങളുടെ BP
എത്രയെന്നറിയാം. നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് ഷുഗർ എത്രയെന്ന് അറിയാനുള്ള ചെറിയ ഒരു മിഷൻ നിങ്ങളുടെ വീട്ടിലുണ്ട്. അത് വെച്ച് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ദൈവത്തിന്റെ ശക്തി അളക്കാനുള്ള മിഷൻ നിന്റെ കയ്യിലുണ്ടോ? യു നോ ദിസ് പവർ. ശരിക്കും ദൈവശക്തി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഒരു കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ച് ഒരു കടലിനെ രണ്ടായി പിളർത്തി വിഭാഗിച്ച് അതിന്റെ നടുവിലൂടെ 30 ലക്ഷത്തിലധികം ജനത്തെ കൊണ്ടുപോയ ശക്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്തുതിയുടെ നടുവിൽ ദൈവശക്തി മാനിഫെസ്റ്റ് ചെയ്ത് യെരിഹോ മതിലിനെ നിലംപരിചാക്കി ഭൂമി അതിനെ വിഴുങ്ങിക്കളയത്തക്ക നിലയിൽ വെളിപ്പെട്ട ദൈവശക്തി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? പാറയിൽ മോശെ അടിക്കുമ്പോൾ തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ട് ചാടി വന്ന ദൈവശക്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദൈവശക്തിയുടെ അളവ്, ആ ശക്തിയുടെ മഹത്വം നിങ്ങൾക്കറിയുമോ? 30-ലധികം കൗൺസിലർമാർ കൗൺസിൽ ചെയ്തിട്ട് മാറാത്ത മാനസിക രോഗം, 12 സൈക്കാട്രിക് ഡോക്ടർമാർ ട്രീറ്റ് ചെയ്തിട്ട് മാറാത്ത ഡിപ്രഷനും മാനസിക രോഗവും ഒരു അഭിഷിക്തൻ ടച്ച് എന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോയ ശക്തി നീ കണ്ടിട്ടുണ്ടോ? കല്ലറയ്ക്കകത്ത് അടക്കം ചെയ്ത ഡെഡ് ബോഡി, ഒരു ചെറുപ്പക്കാരന്റെ ശവശരീരം, അവന്റെ പേര് വിളിച്ച സമയത്ത് എഴുന്നേറ്റ് നടന്നു വരുന്ന ദൈവശക്തി നീ കണ്ടിട്ടുണ്ടോ? അലറി വിളിക്കുന്ന സാഗരത്തിന്റെ തിരകളെ വാക്കുകൾ കൊണ്ട് ശാന്തമാക്കിയ ദൈവശക്തി, ദ പവർ ഓഫ് ഗോഡ്. ആ ശക്തിയുടെ മുൻപിൽ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്ക് നിൽക്കാൻ കഴിയുകയില്ല. നിനക്ക് വിവരിക്കാമോ ലാസർ എങ്ങനെയാ ഉയർത്തേന്ന്? യു ക്യാൻ ഡിസ്ക്രൈബ് ഇറ്റ്. നിനക്ക് വിവരിക്കാമോ ഭൂമിയുടെ ഗുരുത്വാകർഷണ നിയമം അനുസരിച്ച് ഒലൂമലയിൽ നിന്ന് കർത്താവ് മുകളിൽ നിന്ന് ഒരുത്തൻ താഴോട്ട് വീഴുന്നത് കറക്റ്റാണ്, സയൻസ് പറയുന്നു. എന്നാൽ താഴെ നിന്ന് ഒരുത്തൻ മേളിലോട്ട് പോയത് നിനക്ക് വിവരിക്കാവോ? യു ക്യാൻ ഡിസ്ക്രൈബ് ഇറ്റ്. എനിക്ക് വർണ്ണിക്കുവാനും എനിക്ക് വിവരിക്കുവാനും എനിക്ക് ചിന്തിക്കുവാനും എനിക്ക് പറയുവാനും കഴിയുന്നതിനപ്പുറമാണ് ദൈവശക്തി. നിനക്ക് വിവരിക്കാമോ ചെങ്കടൽ എങ്ങനെയാ പിളർന്നെന്ന്? നിങ്ങൾക്ക് വിവരിക്കാമോ അശ്വരഥങ്ങൾ ഇറങ്ങി വന്ന് ചുഴലിക്കാറ്റിന്റെ മധ്യയിൽ ഏലിയാവ് എങ്ങനെയാ എടുക്കപ്പെട്ടു പോയെന്ന്? നിനക്ക് വിവരിക്കാമോ കൂനിയായ സ്ത്രീ എങ്ങനെയാ സൗഖ്യമായെന്ന്? നിനക്ക് വിവരിക്കാമോ കിണറ്റി കിടന്ന പച്ചവെള്ളം എങ്ങനെയാ വീഞ്ഞായെന്ന്? യു ക്യാൻ ഡിസ്ക്രൈബ് ഇറ്റ്. എന്റെ ചിന്തകൾക്കും എന്റെ ബുദ്ധികൾക്കും എന്റെ കഴിവുകൾക്കും എന്റെ പരിധികൾക്കും എന്റെ പരിമിതികൾക്കും അപ്പുറമാണ് എന്റെ ദൈവം എന്ന് എപ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫും അനുഗ്രഹിക്കപ്പെടും. അതർവൈസ് നോട്ട്. Today's message is all things will be subdued. That is activating the power of God. That is the topic which the pastor would like to speak to us. All things will be subdued by the power of God. And the pastor is asking this question: do you have the real life experience of God's power? The east wind that divided the sea and parted the sea for the 30 lakhs of people, that was the manifestation of God's power. The wall of Jericho tumbling down before the Israelites, that was the power manifested. And today, if you believe that, that same power will manifest in my life. And the pastor says it will happen today. The power will be manifested beyond the natural realm. If you believe, that will happen today. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ദൈവശക്തി.
ഇന്ന് എന്തൊക്കെ പ്രതിസന്ധികളാണ് നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത്, ദൈവശക്തി അതിനെ കീഴ്പ്പെടുത്തും. ഇന്ന് എന്തൊക്കെ രോഗങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത്, ദൈവശക്തിക്ക് അതിനെ കീഴ്പ്പെടുത്താൻ കഴിയും. എന്തെല്ലാം തടസ്സങ്ങളാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, ദൈവശക്തിക്ക് അതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. ബൈബിൾ പറയുന്നു ഫിലിപ്പിയർ 2:9-10 വാക്യങ്ങളിൽ, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. പറഞ്ഞേ, യേശുവിൻ നാമത്തിന്റെ ശക്തി. യേശുവിൻ നാമത്തിന്റെ ശക്തി. ഫ്രണ്ട് മുതൽ പുറകു വരെ യേശുവിൻ നാമത്തിന്റെ ശക്തി. യേശുവിൻ നാമത്തിന്റെ ശക്തി സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളെ മടക്കുന്നു. ഒരിക്കൽ കൂടെ പറഞ്ഞ്, യേശുവിന്റെ നാമത്തിന്റെ ശക്തി സകലത്തെയും കീഴടക്കുന്നു, സകലത്തെയും കീഴ്പ്പെടുത്തുന്നു. ഒരിക്കൽ കൂടെ പറഞ്ഞ്, യേശുവിന്റെ നാമത്തിൽ സകലതും കീഴടങ്ങും. അത് വിശ്വസിക്കുന്നവർ കൈകളടിച്ച് സ്വീകരിച്ച്, in the mighty name of Jesus, heaven will obey his word. സ്വർഗം കർത്താവിന്റെ വാക്കുകളെ അനുസരിക്കും. Earth will obey his word. ഭൂമി കർത്താവിന്റെ വാക്കുകളുടെ മുമ്പിൽ അനുസരിക്കും. All the hell obeying his word. മുഴുവൻ നരകവും പാതാളവും കർത്താവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ കീഴടങ്ങും. His name, യേശുവിൻ നാമം. bread obeyed his word, wind obeyed his word, dead body obeyed his word. മൃതശരീരം കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കുന്നു. അപ്പം കർത്താവിന്റെ വാക്കനുസരിക്കുന്നു. കാറ്റ് കർത്താവിന്റെ വാക്കനുസരിക്കുന്നു. Wind, one second, Pastor. Wind obeyed his word, earth obeyed his word, sea obeyed his word, dead body obeyed his word, tree obeyed his word, raven obeyed his word. കാക്ക അവന്റെ വാക്കനുസരിക്കുന്നു, അവന്റെ നാമം അനുസരിക്കുന്നു. അവ ഏലിയാവിന് അപ്പവുമായി കൊണ്ടുപോയി കൊടുത്തത്. അപ്പം അവന്റെ വാക്കനുസരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ പറഞ്ഞപ്പോൾ അപ്പം വർദ്ധിച്ചത്. വൃക്ഷം, മരങ്ങൾ അവന്റെ വാക്കനുസരിക്കുന്നു. അതുകൊണ്ടാണ് അത്തിയോട് ഉണങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ അത്തി ഉണങ്ങിപ്പോയത്. കടൽ അവന്റെ വാക്കനുസരിക്കുന്നു. അതുകൊണ്ടാണ് കടലെ അടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ കടല് അടങ്ങിയത്. ഡെഡ് ബോഡി, മരിച്ചുപോയ ആത്മാവ്, പാതാളത്തിൽ കിടക്കുന്ന ആത്മാവ് അവന്റെ വാക്കനുസരിക്കുന്നു. അതാണ് ലാസറസ്, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ആ ലാസർ ഉയർത്ത് പുറത്തു വന്നത് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും അവന്റെ നാമത്തിൽ മടങ്ങുന്നു. അവന്റെ നാമത്തിന്റെ മുൻപിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മുൻപിൽ, യേശു ക്രിസ്തുവിന്റെ ശക്തിയുടെ മുൻപിൽ കീഴടങ്ങാത്തതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. ദൂതന്മാർ അവന്റെ വാക്കനുസരിക്കുന്നു. നക്ഷത്രഗോളങ്ങൾ അവന്റെ വാക്കനുസരിക്കുന്നു. സൂര്യനും ചന്ദ്രനും അവന്റെ വാക്കനുസരിക്കുന്നു. അതുകൊണ്ടാണ് ജോഷുവ ഒരു ദിവസം സൂര്യൻ അസ്തമിക്കണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ ഒരു പുരുഷന്റെ മുൻപിൽ ഒരു ദിവസം സൂര്യൻ അസ്തമിക്കാതെ ഇരുന്നത്. His word is powerful more than any word. It is word. അവൻ പറഞ്ഞാൽ വൃക്ഷത്തിന് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അത്തിയോട് ഉണങ്ങാൻ പറഞ്ഞാൽ അത്തിക്ക് ഉണങ്ങിയേ പറ്റുള്ളൂ. അവൻ പറഞ്ഞാൽ കടലിന് അടങ്ങാതിരിക്കാൻ പറ്റത്തില്ല, കടൽ അടങ്ങിയേ പറ്റത്തുള്ളൂ. അവൻ പറഞ്ഞാൽ കാക്കയ്ക്ക് ഫുഡുമായിട്ട് വരാതിരിക്കാൻ പറ്റത്തില്ല, കാക്കയ്ക്ക് വന്നേ പറ്റത്തുള്ളൂ. അവൻ പറഞ്ഞാൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന സിംഹത്തിന് വായടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല, സിംഹത്തിന് വായടച്ചേ പറ്റത്തുള്ളൂ. അവൻ പറഞ്ഞാൽ തീയുടെ ബലത്തിന് കെടാതിരിക്കാൻ കഴിയത്തില്ല, തീയുടെ ബലം കെട്ടേ പറ്റത്തുള്ളൂ. അവൻ പറഞ്ഞാൽ മരിച്ചവൻ ഉയർക്കാതിരിക്കാൻ പറ്റത്തില്ല, മരിച്ചു നീ ഏത് പാതാളത്തിൽ പോയി കിടന്നാലും തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. His name, Jesus. His name. ഇന്നലകളെ വിശ്വസിക്കാതെ
നിന്റെ ഇന്നലകളെ നീ വിശ്വസിക്കാതെ, ഇന്നലകളിൽ സംഭവിച്ചതിനെ ഓർത്ത് നീ നിരാശപ്പെടാതെ, your day is coming, your miracle is coming. അതാ ദാവീദ് കവണയിൽ കല്ലെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ യഹോവയുടെ നാമത്തിൽ വരുന്നു. ഇൻ ദ നെയിം ഓഫ് ദ ഗാഡ് ഓൾമൈറ്റി. ഞാൻ യഹോവയുടെ നാമത്തിലാ വരുന്നെങ്കിൽ ആ നാമത്തിന്റെ ശക്തിയാൽ ഈ കല്ല് നിന്നെ തീർക്കാൻ മതിയാവും. ലോകം കണ്ടതിൽ ഏറ്റവും ശക്തനായ നേതാവ് ചരിത്ര പുരുഷനായിരുന്ന മോശ. മോശയെ എന്തിനാണ് ദൈവം വിളിച്ചത്? മോശയെ ദൈവം വിളിച്ചിട്ട് എന്താണ് സഹോദരങ്ങളെ മോശയോട് ദൈവം പറഞ്ഞത്? നിങ്ങളെ അടുത്തിരിക്കുന്നത് ചോദിച്ചേ, ദൈവം നിന്നെ വിളിച്ചത് എന്തിനാന്ന് അറിയാവോ? ചോദിച്ചേ. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ മോശയോട് ദൈവം പറയുന്നു, എങ്കിലും എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. മോശെ, നിന്നെ ഞാൻ വിളിച്ചത് എന്റെ പവർ എന്തുവാന്ന് എനിക്കൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എൽഷദായ് ചർച്ചിനോട്. ചുമ്മാ ഇരുന്നുകൊണ്ട് പവർ എന്ന് പറഞ്ഞാൽ വരുന്നതല്ല ഈ പവർ. എത്രയോ പ്രതിസന്ധികൾ, എത്രയോ വെല്ലുവിളികൾ. ശരിക്കും ഇന്ന് ഇവിടെ വന്ന് ഈ വർഷത്തിന്റെ അവസാനത്തെ മാസങ്ങളോടടുത്ത ഈ ദിനങ്ങളിൽ നിങ്ങൾ ഈ ചർച്ചിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ച ചില വെല്ലുവിളികളുടെ നടുവിൽ ഇവിടെ വരെ എത്തുമെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നോ? മുൻകഴിഞ്ഞ വർഷങ്ങളെ, മുൻകഴിഞ്ഞ കാലങ്ങളെ നിങ്ങൾ എടുത്തു നോക്കി. നിങ്ങൾക്കെതിരെ വെല്ലുവിളിച്ച ശക്തികൾ ചെറുതായിരുന്നോ? നിങ്ങൾക്കെതിരെ ശത്രു ഉയർത്തിയ വാദങ്ങൾ ചെറുതായിരുന്നോ? അതിനെയെല്ലാം തകർത്തുടച്ചത് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നദ്ധിയിൽ ശക്തിയുള്ളവ തന്നെ എന്ന് പൗലോസ് പറഞ്ഞ ദൈവശക്തിയല്ലേ? അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ, അത് കോട്ടകളെ ഇടിപ്പാൻ. ഞാനും നിങ്ങളും അറിയാതെ എത്രയോ കോട്ടകൾ, പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങൾക്കെതിരെ ഉയർത്തിയ എത്രയോ കോട്ടകൾ ദൈവശക്തി ഇടിച്ചു കളഞ്ഞു. ഐ താങ്ക് യു ലോർഡ് ഫോർ യുവർ മൈറ്റി പവർ, മൈറ്റി പവർ, mighty power, power, power. My God can do anything. Amen. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളക്കാൻ കഴിയാത്ത വലിപ്പം. വിശ്വസിക്കുന്നവരിൽ ഇന്ന് വ്യാപരിക്കാൻ പോകുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. രോഗികളെ സൗഖ്യമാക്കും, കുരുട്ട് കണ്ണുകളെ തുറക്കും, ഭൂതങ്ങളെ പുറത്താക്കും, ബന്ധനങ്ങളെ അഴിക്കും. Moses, for to show in the my power and that my name may be declared throughout all the earth. You are the carrier of my power. Moses, you are the carrier of my power. നീ എന്റെ ശക്തിയുടെ വാഹകനാണ്. നീ വടി നീട്ടിയാൽ ആ ശക്തി കടൽ വിഭാഗിക്കും. മോസസ്, നീ ആ വടിയെടുത്ത് നദിയിലടിച്ചാൽ നദി രക്തമായി മാറും. മോശ ആദ്യം ചെയ്ത അത്ഭുതം, മോശയിലൂടെ വെളിപ്പെട്ട ശക്തി, ആദ്യം ചെയ്ത അത്ഭുതം, നദിയിലെ വെള്ളം രക്തമാക്കി മാറ്റി മത്സ്യങ്ങൾ മുഴുവൻ ചത്തു. God manifested his power through him. ദൈവത്തിന്റെ ശക്തി അവനിലൂടെ ദൈവം ആദ്യം വെളിപ്പെടുത്തി. ഇതാ പുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്നു. മോശ
പച്ചവെള്ളത്തെ രക്തമാക്കി, പുത്രൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. Through his power, through his power, through his power, my God can do anything. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി കാണിക്കുവാനാണ്. താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്താനും ദൈവം ഉപയോഗിക്കാൻ പോകുന്നത് തന്റെ പവറാണ്. മർക്കോസ് വിശേഷം 13-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം നോക്കുമ്പോൾ ബൈബിൾ പറയുന്നുണ്ട്, യേശുവിന്റെ വരവിനെ കുറിച്ച് മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരും. And then shall they see the Son of Man coming in the clouds with great power. The great power and glory. ആ പവറിന്റെ മുൻപില് 2000 വർഷം മുമ്പ് ആദം മുതലുള്ളത്, കോടാനകോടി വർഷം മുമ്പ് മരിച്ചവർ പോലും, സമുദ്രത്തിൽ മരിച്ചവർ, ഭൂമിയിൽ മരിച്ചവർ, തീവെന്ത് മരിച്ചവർ, കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായവർ, മണ്ണോട് മൺ ചേർന്ന സകല ശരീരാവയവങ്ങളും ആർക്കിയോളജിസ്റ്റുമാർക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത മനുഷ്യ ശരീരം പോലും ഈ ശക്തിയുടെ മുൻപിൽ സമുദ്രത്തിലുള്ളതിനെ ഏൽപ്പിച്ചു കൊടുക്കും. ഭൂമിയിലുള്ളതിനെ ഏൽപ്പിച്ചു കൊടുക്കും. എവിടൊക്കെ തന്റെ മക്കൾ മരണപ്പെട്ട് കിടക്കുന്നോ, കടലിൽ വീണ് മരിച്ചവൻ കടലിൽ നിന്ന് പൊങ്ങി വരുന്നത് കാണും. ഭൂമിയിൽ മരിച്ചവൻ ഭൂമിയിൽ നിന്ന് പൊങ്ങി വരുന്നത് കാണും. Why? Because of the power. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളും ഉയർക്കും. കർത്താവ് മടങ്ങി വരുമെന്നും ഈ ഭൂമിയിൽ മരിച്ച വിശുദ്ധന്മാർക്ക് പുനരുത്ഥാനം ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നവർ എന്ന കൈകൾ ഉയർത്തിയേ. The Son of Man coming in the clouds with great power. പരീശന്മാർ യേശുവിനെ നോക്കി പറഞ്ഞ വാക്കെന്താണ്? ഇവനെത്ര അധികാരത്തോടും ശക്തിയോടും കൂടെയാണ് ദൈവവചനം പ്രസ്താവിക്കുന്നത്. ലൂക്കോസ് 11:20 ആ സമൂഹത്തോട് യേശു പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ആ ശക്തിയുടെ മുൻപിൽ ഒരു ഭൂതത്തിനും നിൽക്കാൻ കഴിയുകയില്ല. We need that power. കർത്താവിനോട് കൊതിയോടെ പറയണം, കർത്താവിനോട് പറയണം, എനിക്ക് ആ ശക്തി വേണം കർത്താവേ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. എഫേസ്യർ 6:1 ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, ശക്തിപ്പെടുവീൻ, ശക്തിപ്പെടുവീൻ. സഭയോട് കർത്താവ് പറയുന്നു, നിന്റെ അകത്ത് നിൽക്കുന്ന അശുദ്ധാത്മാക്കൾ നിന്നെ വിട്ടുപോവുകയാണ്. ദൈവശക്തിയാൽ രോഗശക്തികൾ നിന്നെ വിടുകയാണ്. ദൈവശക്തിയാൽ നിനക്ക് വിരോധമായി ചെയ്തിരിക്കുന്ന പൈശാചിക ശക്തികൾ പരാജയപ്പെടുകയാണ്. ദൈവശക്തിയാൽ through the power. ഇത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അതാണ് സങ്കീർത്തനം 29:11 വാക്യത്തിൽ പറയുന്നത്, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഈ ശക്തി നിന്റെ മേൽ വരുമ്പോൾ നിന്റെ വീടിന്റെ അസമാധാനത്തെ in the name of Jesus. ഞാനിവിടെ ഒരു മൈക്രോഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ഇവിടെ കീബോർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ ലൈറ്റുകളെല്ലാം ഓണായി കിടക്കുന്നുണ്ട്. കാരണം ഇലക്ട്രിസിറ്റി എന്നൊരു പവർ ഇതിനകത്ത് വരുന്നത് കൊണ്ടാണ്. ഇലക്ട്രിസിറ്റി എന്നൊരു പവർ ഇതിനകത്ത് വരുന്നതുകൊണ്ടാണ്.
ആ പവർ വന്നില്ലെങ്കിൽ, ആ പവർ ഇല്ലെങ്കിൽ ഈ മൈക്ക് കൊണ്ട് എന്ത് പ്രയോജനം? ഈ പെട്ടി കൊണ്ട് എന്ത് പ്രയോജനം? ഈ ലൈറ്റ് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് എന്ത് പ്രയോജനം? ഈ പവർ ഇല്ലെങ്കിൽ നിന്റെ വീട്ടിലെ TV കൊണ്ട് എന്ത് പ്രയോജനം? നിന്റെ മൊബൈലിന് ബാറ്ററി ഇല്ലെങ്കിൽ, അതിന് പവർ ഇല്ലെങ്കിൽ, ചാർജ് ഇല്ലെങ്കിൽ, ആ സാധനം നീ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടന്നുകൊണ്ട് എന്ത് പ്രയോജനം? അടുത്തിരിക്കുന്ന ആളെ ഒന്ന് മുട്ടിയേച്ച് ചോദിക്ക്, ശക്തിയില്ലേ നിന്നെ എന്തിനു കൊള്ളാന്ന് ചോദിക്ക്. ശക്തിയില്ലേ നിന്നെ എന്തിനു കൊള്ളാന്ന് ചോദിക്ക്. Philippians 2:9 following, we find that all things God will subdue by the power. And as the pastor said, all things includes everything. Nothing is excluded. The ravens, the trees, the wind, the seas, earth, sun, moon, stars, everything obeys the word of God, because that there's power in God's name. And the crucial question the Lord is asking all of us today is, why has the God called you? And the answer is that we find in Exodus 9:16, to show God's power in and through us. The Lord has called each and every person who is sitting here, each and every person who is watching this message. The Lord has called each one of you to manifest God's power, as the pastor said, to become the vessel of God's power, as a carrier of God's power. That's the reason why the Lord has called each one of us. He has called you as a bondage breaker. He has called you to pull down strongholds. You have to become a carrier of God's power, and this incomparable power is manifested. It is operated in and through a person beyond measure, if and only a person believes in that power. And the Lord is trying to rebuke the power of unbelief in a person, the power, the evil power of jealousy in a person, so that you become a carrier of God's power. This is the transforming power which will be operative in the second coming of the Lord, when the Lord will be transforming our body in future, that we find in Mark chapter 13 verse 26. Luke 11:20 says, if I cast out demons by the power of God, then the kingdom of God is among you. And the Lord says today to all of us, the Lord is going to make each and every person as a carrier of God's power to demolish the strongholds and to bring peace into homes. Psalm 29:11 says, the Lord gives power to his people. The Lord today is granting power, as the pastor said, each and every person sitting here, the Lord is trying to grant the power to each and every person. As the example he said, electricity is the power which gives power to each and everything here. The lights, the fan, the bulbs, the microphone, everything is ineffective if there is no power. And the Lord says today, he wants to give you that power to make you effective, to make you operative in that power, to manifest his power. The Lord is saying, receive that power, believe in that power, do not doubt. The Lord is touching you with that power. ദൈവശക്തി, ദൈവശക്തി. 1 കൊരിന്ത്യർ 1:18 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. രക്ഷിക്കപ്പെട്ടവരൊന്ന് കൈ ഉയർത്തിയേ. ദൈവശക്തിയാൽ നിറഞ്ഞോ നിങ്ങൾ? രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്കോ അത് ദൈവ ശക്തിയാകുന്നു. 1 കൊരിന്ത്യർ 4:20 വാക്യം. 1 Corinthians chapter 4 verse 20. ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയിൽ അത്രേ. For the kingdom of God is not in word but in power. അപ്പോസ്തലനായ പൗലോസ് ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രയാകുന്നു എന്ന് പറയുന്നത്, ആ വചനം എന്ന വാക്കിനെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് വേർഡ് എന്ന് എഴുതിയിരിക്കുമ്പോൾ ആംപ്ലിഫൈഡ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത്, for the kingdom of God is not based on talk but on power. Not based on talk but on power. വചനം ശുശ്രൂഷിക്കുന്നവർ മോശക്കാരാന്നല്ല പൗലോസ് പറഞ്ഞത്.
ശക്തിയുള്ളവർ വലിയ ആൾക്കാരുമാണെന്നും അല്ല പൗലോസ് പറഞ്ഞത്. ദൈവവചനം ശുശ്രൂഷിക്കുന്നവർ ശ്രേഷ്ഠരാണ്. അവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുന്നു. അവർ പ്രസംഗിക്കുന്ന വചനത്തിന് ദൈവത്തിന്റെ ശക്തിയുണ്ട്. ഇവിടെ പൗലോസ് പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ടോക്ക് ബട്ട് ഓൺ പവർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഈ ട്രാൻസ്ലേഷൻ വചനം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ തെറ്റിദ്ധരിച്ചേ. നോ, ബേസ്ഡ് ഓൺ ടോക്ക്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറഞ്ഞു തരാം. ദൈവരാജ്യം എന്ന് പറയുന്നത് കുറെ വാചകമടിയല്ല, വചന ശുശ്രൂഷയല്ലെന്നല്ല, കുറെ പൊങ്ങച്ചം പറച്ചിലും കുറെ വാചകമടിയല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് പവർ മാനിഫെസ്റ്റേഷൻ ആണ്. അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷനിൽ ISV ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് നോട്ട് ജസ്റ്റ് ടോക്ക് ബട്ട് ഓൾസോ പവർ. മെജോറിറ്റി സ്റ്റാൻഡേർഡ് ബൈബിൾ ആണ് പലപ്പോഴും ഞാനൊരു കാര്യം കൺഫേം ചെയ്യാൻ എടുക്കുന്നത്. MSB ഈ ഹീബ്രുവിൽ നിന്നും അരാമിക്കിൽ നിന്നും ഒക്കെ എല്ലാം കൂടെ ചേർത്ത് വെച്ച് അവർ കൃത്യമായിട്ട് അത് പറയുന്നത്. അവർ പറയുന്നത് ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ടോക്ക്. ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചുള്ള സംസാരമല്ല ദൈവരാജ്യം, ബട്ട് ഓഫ് പവർ. അത് ശക്തിയാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഇവിടെ പൗലോസ് പറയുന്നു ദൈവരാജ്യം ഇസ് നോട്ട് എ മാറ്റർ ഓഫ് ടോക്ക്. ഏതെങ്കിലും വിഷയത്തെ പ്രതിപാദിച്ചുകൊണ്ടുള്ള വാചകമടി അല്ല. ദൈവരാജ്യം എന്ന് പറയുന്നതിനകത്ത് ശക്തിയുണ്ട്, പവറുണ്ട്. ആ ശക്തിയാണ് മാനിഫെസ്റ്റ് ചെയ്യപ്പെടേണ്ടത്. 1 Corinthians 1:18 says, the word of the cross is a foolishness to those who perish, but the power to them those who believe. And as the pastor said, this is available to every person who believes in the name of Jesus. The power is available to everyone. 1 Corinthians 4:20 says, the kingdom of God is not in the word but in power. And the amplified version says that the kingdom of God is not in talk but in the power of God. It's not a matter of talk, as the pastor said, not a topic to present. This is not a matter of talk, taking a topic and giving some explanation. This is not that. When the kingdom of God is somewhere in a church or any place, it will manifest in its power. You will see wonders and miracles happening. You will see demons being cast out. You will see healings happening. All these happen where there is the power of God. What is the source of God's power? ദൈവത്തിന്റെ ശക്തിയുടെ സ്രോതസ് എന്താണ്? God is the source of God's power, Amen. Amen. but it is located in the Holy Spirit. ദൈവമാണ് ദൈവശക്തിയുടെ ഉറവിടം, എന്നാൽ കർത്താവ് അത് സ്ഥാപിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. Acts chapter 1 word 8, but you will receive power when the Holy Spirit has come upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയയിലും നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും. Acts chapter 10 verse 38, how God anointed Jesus of Nazareth with the Holy Spirit and with power. He went about doing good and healing all who were oppressed by the devil, for God was with him. The question here is, what is the source of God's power? Where does God's power come from? And the man of God says, God is the source of God's power, and the Lord has located that power in the Holy Spirit. This is very clear from Acts chapter 1 verse 8. By the time you receive the Holy Spirit, when the Holy Spirit comes upon you, you will be my witnesses in Jerusalem, Judea and Samaria, and to the uttermost parts of the earth. So when the Holy Spirit comes, that gives a power. And in 10:38 of Acts, we find God anointed Jesus of Nazareth with the Holy Spirit and with power, who went out doing good and healing all those who were oppressed by the evil, and for God was with him. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും
ശക്തിയാലും ശക്തിയാലും and with the power. Wow. അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെയിരുന്നു. അവൻ നന്മ ചെയ്തു. പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കി. എന്തുകൊണ്ട് യേശു നന്മ ചെയ്തു? എങ്ങനെ യേശു പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കി? എങ്ങനെ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു? ബൈ ദ പവർ. ബൈ ദ പവർ. നിങ്ങൾക്കും ചേർത്ത് വായിക്കാം. യെസ്, നിങ്ങൾക്കും ചേർത്ത് വായിക്കാം. How God anointed Jesus of Nazareth with the Holy Ghost, with the power. How God anointed Rejoicer with power, with the Holy Ghost. How God anointed Tinu George with the Holy Spirit. അല്ല, പരിശുദ്ധാത്മാവിനാലല്ലേ എന്നെ അഭിഷേകം ചെയ്ത? അതേ പരിശുദ്ധാത്മാവല്ലേ യേശുവിൽ വന്നേ? അതേ പരിശുദ്ധാത്മാവല്ലേ ശിഷ്യന്മാരിൽ വന്നേ? യേശു ചെയ്തതിനേക്കാൾ അധികം അവർ ചെയ്തില്ലേ? അപ്പോൾ ഈ ശക്തി എന്തിനാ നമ്മളിൽ വരുന്നേ? ഒരു പുസ്തകത്തിൽ നിന്ന് ഡെറിക് പ്രിൻസ് എന്ന കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാൻ പോവാണ്. പാസ്റ്റർ അത് എഴുതാൻ നിൽക്കില്ല, ട്രാൻസ്ലേറ്റ് ചെയ്ത് പോണം. ഈ ദൈവശക്തിയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഈ ഇലക്ട്രിക് പവർ എന്നുള്ളതൊരു ശക്തിയാണല്ലോ. കറണ്ട് ഒരു പവർ അല്ലേ? അത് ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച വെള്ളത്തിൽ നിന്നും ദൈവം ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന എനർജി ആയ സൂര്യനിൽ നിന്നും വന്നൊരു സാധനം അടിച്ചപ്പോൾ തന്നെ ഇതാണെങ്കിൽ ദൈവം അടിച്ച എന്തുമായിരിക്കും? ആ പവർ തന്നെ ആയിരിക്കും. ഇലക്ട്രിക് പവർ നിന്നെ കരിച്ചു കളയും, ദൈവശക്തി നിന്നെ ജീവിപ്പിക്കും. ഒരു ഉദാഹരണം പറയുന്നേ, the same electric current can produce various different manifestations. ഇലക്ട്രിക് പവറിന് വിവിധ തരത്തിലുള്ള ശക്തിയുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും. You can channel that current into a light bulb and it gives light. ഒരു ലൈറ്റ് ബൾബിലേക്ക് അത് കടത്തിവിട്ടാൽ ആ ലൈറ്റ് പ്രകാശിക്കും. You can channel this same current into a radio and it produce sound. ഒരു റേഡിയോയിലേക്ക് ഈ ഒരു പവർ കടത്തിവിട്ടാൽ അത് അതിൽ നിന്ന് ശബ്ദം കേൾക്കും. You can channel this same current into a television set that produce the vision. ടെലിവിഷൻ സെറ്റിലേക്ക് ഈ ഒരു ശക്തി കൊടുത്താൽ അത് കാഴ്ചകൾ കാണിക്കും. You can channel this current in a cooking stove, it produce heat. ഒരു കുക്കിംഗ് സ്റ്റൗവിലേക്ക് ഈ ശക്തി പ്രവഹിച്ചാൽ അവിടെ നിന്ന് ചൂടുണ്ടാകും, താപമുണ്ടാകും. This is my word. You can channel this same current into a electric car, you can start your journey. പാസ്റ്റർ പറയുന്നു, ഇലക്ട്രിക് കാറിലേക്ക് ഇതേ വൈദ്യുതിയുടെ ശക്തി കടത്തിവിട്ടാൽ നിങ്ങൾക്ക് യാത്ര തുടങ്ങാം. അതിൽ different manifestation, the power of electricity, but power is same. ശക്തി ഒന്നാണെങ്കിലും വിവിധ തരത്തിലുള്ള പ്രകടനങ്ങളാണ് ഈ ശക്തി കാഴ്ചവെക്കുന്നത്. കറണ്ട് ബൾബിൽ വെച്ചാൽ വെളിച്ചമാവും, അത് റേഡിയോയിൽ വന്നാൽ ശബ്ദമാകും, അത് ടി വിയിൽ വന്നാൽ കാഴ്ചയാകും, അത് ഇൻഡക്ഷൻ ടോപ്പിൽ വന്നാൽ ചൂടാകും, അത് ഇലക്ട്രിക് കാറിനകത്ത് കൊണ്ട് കുത്തിവെച്ചാൽ നിനക്ക് സുഗമമായി യാത്ര ചെയ്യാനായി കഴിയും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ നിന്നിലൂടെ ഭൂതങ്ങൾ പുറത്താകും, രോഗികൾ സൗഖ്യമാകും, നിനക്ക് ദൈവത്തെ അവന്റെ നാമത്തെ ഉയർത്താൻ കഴിയും, നിനക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയും, നിനക്ക് ഈ ഭൂമിയിൽ വാഴ്ച നടത്താൻ കഴിയും. നിന്നിലൂടെ ഡിഫറെന്റ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ പവർ ഇല്ലെങ്കിൽ നിന്റെ ടി വി അവിടെ ഇരിക്കും, ഈ പവർ ഇല്ലെങ്കിൽ നിന്റെ റേഡിയോയും അവിടെ ഇരിക്കും, ഈ പവർ ഇല്ലെങ്കിൽ നിന്റെ ഇൻഡക്ഷൻ ടോപ്പും അവിടെ ഇരിക്കും. നിന്റെ ഇലക്ട്രിക് കാറാണെങ്കിൽ ഈ പവർ ഇല്ലെങ്കിൽ അത് കാർ പോർച്ചിൽ തന്നെ കിടക്കും. ഈ പവർ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ചാലു ആവുകയാണ്. നസ്രയനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. നിങ്ങൾക്കറിയാമോ, ആ ശക്തിയുടെ മുൻപിലാണ് സകലതും കർത്താവിന് മുമ്പിൽ കീഴടങ്ങിയത്. അവിടെ എഴുതിയിട്ടുണ്ട്, ഈസ് ഡൂയിങ് ഗുഡ്. അവൻ നന്മ ചെയ്തു. പറഞ്ഞ ദൈവശക്തി എന്നിൽ വന്നത് നല്ല പ്രവർത്തിക്കാണ്. വാ കൊണ്ട് പറഞ്ഞേ അത്. പൈശാചിക ശക്തി നിങ്ങളിൽ വന്നത് നിങ്ങളെ തകർത്ത് കളയാനാണെങ്കിൽ ദൈവശക്തി നിങ്ങളിൽ വന്നത് നല്ല പ്രവർത്തിക്കാണ്.
The Holy Spirit comes upon a person to make that person to do good. When the evil spirit comes on a person, it is to totally destroy that person. But the Holy Spirit comes to make that person gives him or her the power to do good. നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു നന്മ ചെയ്യാൻ. പറഞ്ഞ നന്മ ചെയ്യാൻ. ഫിലിപ്പിയർ 1:4 പൗലോസ് പറയുന്നു, being confident of things, everything that he who began a good work in you will perfect it until a day of Jesus Christ. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. പറഞ്ഞ നല്ല പ്രവൃത്തി. ഈ ശുശ്രൂഷകളിൽ കർത്താവ് ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണോ? തകർന്ന ജീവിതങ്ങൾ വിടിവിക്കപ്പെട്ടത് നല്ല പ്രവൃത്തിയാണോ? ജീവിതത്തിന് യാതൊരു ലക്ഷ്യബോധങ്ങളും ഇല്ലാത്തവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത് നല്ല പ്രവൃത്തിയാണോ? പറയണം, വാഗോണ്ട് പറയണം. ആണോ? യേശു അശുദ്ധാത്മാക്കളെ പുറത്താക്കിയത് ഒരു നന്മയാണോ? ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ സുവിശേഷകനായും മഗ്ദലക്കാരത്തി മറിയെ ശുശ്രൂഷകയാക്കി മാറ്റിയത് നല്ല പ്രവൃത്തിയാണോ? കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയത് നന്മയാണോ? വിശന്നിരുന്ന 10,000-ങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് പോഷിപ്പിച്ചത് നന്മയാണോ? കുരുടന് കാഴ്ചയും ചെകിടന് കേൾവിയും കൊടുത്തത് നന്മയാണോ? ചന്ദ്രരോഗിയെ സൗഖ്യമാക്കിയത് നന്മയല്ലേ? രക്തസ്രവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കിയത് നന്മയല്ലേ? പനികിടച്ച് പിടിച്ചു കിടന്ന പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കിയത് നന്മയല്ലേ? വരണ്ട കൈയുള്ള മനുഷ്യന്റെ കൈ സൗഖ്യമാക്കിയത് നന്മയല്ലേ? കൂനയായ സ്ത്രീയെ നിവർത്തി നിർത്തിയത് നന്മയല്ലേ? നഷ്ടപ്പെട്ടു പോയ സഹോദരനായ ലാസറിനെ 4-ാം നാൾ ഉയർപ്പിച്ചത് നന്മയല്ലേ? വിവാഹ വീട്ടിൽ വന്ന് നിരാശപ്പെട്ടിരുന്ന കുടുംബത്തിന്റെ പ്രതിസന്ധിയുടെ മധ്യയിൽ വീഞ്ഞ്, ആമീൻ, അവർക്ക് വേണ്ടി അത്ഭുതമാക്കി വീഞ്ഞ്, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത് നന്മയല്ലേ? കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കപ്പെട്ടവളെ, പാപിനിയെ രക്ഷയിലേക്ക് നയിച്ചത് നന്മയല്ലേ? നയീനിലെ വിധവയുടെ പൈതലിനെ ഉയർപ്പിച്ചത് നന്മയല്ലേ? ഹല്ലേലൂയ. കുടുംബജീവിതം തകർന്ന ശമരിയാക്കാരി സ്ത്രീയെ ജീവിതം അനുഗ്രഹപൂർണമാക്കിയത് നന്മയല്ലേ? ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച എത്രയോ എണ്ണത്തെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് വഴിതിരിച്ചു വിട്ടത് നന്മയല്ലേ? സത്യദൈവമേതെന്നറിയാതെ അന്യാരാധനയിൽ ബന്ധിക്കപ്പെട്ട് കിടന്ന 10,000-ങ്ങളെ ജീവനുള്ള സുവിശേഷം കൊടുത്ത് അവരെ കർത്താവിലേക്ക് നയിച്ചത് നന്മയല്ലേ? ഇന്ന് ഈ ചർച്ചിൽ വന്നിരിക്കുന്നവര് മുഖപക്ഷം ഇല്ലാതെ പറയാമോ, ഈ ശുശ്രൂഷയിലൂടെ ഞാൻ അനുഭവിച്ചതെല്ലാം നന്മയല്ലേ? നല്ലവനായ ദൈവത്തെ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ലേ? നന്മ ചെയ്യാൻ ഒരു മനുഷ്യനെ ദൈവം അഭിഷേകം ചെയ്തതുകൊണ്ട് ഇതുകൊണ്ട് തീർന്നു. കൂരയില്ലാതെ കിടന്ന 31 വീട്ടുകാർക്ക് കൂരയായില്ലേ? വിവാഹം നടക്കാത്ത 10,000-ങ്ങളെ കൈപിടിച്ച് ഉയർത്തിയില്ലേ? നന്മയല്ലേ ചെയ്യുന്നേ? നന്മയല്ലേ? പറ. നന്മ ചെയ്യാൻ, ഡൂയിങ് ഗുഡ്. പറഞ്ഞേ, ഡൂയിങ് ഗുഡ്. നസറേനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാൽ ശക്തിയാൽ അഭിഷേകം ചെയ്തു, നന്മ ചെയ്തു, പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കി. കുനിയായ സ്ത്രീയെ നോക്കി യേശു പറഞ്ഞു, സാത്താൻ അവളെ ബന്ധിച്ചിരിക്കുകയാണ് 18 സംവത്സരമായി. ഊമനും ചെകിടനുമായ ആത്മാവേ അവനെ വിട്ടുപോ. ഹീലിംഗ് ഓൾ വെയർ ഒപ്രസ്ഡ് ബൈ ഡെവിൾ. പറയാമോ, ഹീലിംഗ് ഈസ് മൈ ലീഗൽ റൈറ്റ്. എന്റെ അവകാശമാണ് സൗഖ്യം. പറഞ്ഞേ, എന്റെ അവകാശമാണ് സൗഖ്യം. അടുത്തിരിക്കുന്നുള്ള പറഞ്ഞു എന്നോട് കർത്താവ് ഒരു വീട് പറയുന്നത്, ദൈവം എന്താന്ന് അറിയണമെങ്കിൽ യേശു ആരാന്ന് അറിയണമെന്ന് പറഞ്ഞു. എങ്ങനെ അറിയോ സാറേ അത് പറയുന്നത്? ദൈവം ആരാന്ന് അറിയണമെങ്കിൽ നീ യേശു ആരാന്ന് അറിയണം. If you want to know Jesus, if you want to know God, you have to know who Jesus is. യേശു എന്താ ഈ ഭൂമിയിൽ ചെയ്തേ? What did Jesus do? അന്ധന് കാഴ്ച കൊടുത്തു. He gave sight to the blind. ചെകിടന് കേൾവി കൊടുത്തു. He healed the deaf. ഊമരെ സംസാരിപ്പിച്ചു. He healed the mute. മരിച്ചവരെ ഉയർപ്പിച്ചു. He കുഷ്ഠരോഗികളെ ശുദ്ധമാക്കി. ഹല്ലേലൂയ. Amen. ശബ്ദമുയർത്തി ഹല്ലേലൂയ. Hallelujah.
തന്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി എന്താ ദൈവം ചെയ്തേ? ഞാൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെ അനുഗ്രഹിക്കും, രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളെ, ഗർഭമലസുന്നവളും മച്ചിയും നിന്റെ ദേശത്തുണ്ടാകുകയില്ല, നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. ഐ റിസീവ് ഇറ്റ് ദാറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്താൽ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകും. മിസ്രയീമ്യർ എന്ന് പറയുന്നത് ലോക മനുഷ്യരാണ്, ദൈവത്തെ അറിയാത്ത ജനതയാണ്. ദൈവം പറയുന്നു, ദൈവത്തെ അറിയാത്ത ജനതയ്ക്കില്ലാത്ത വാഗ്ദത്തം തന്റെ മക്കൾക്കുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകും. താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്. കർത്താവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന വ്യക്തികളിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലകളിൽ ഇത്രയും വർഷമായി ഈ ആരാധനയിൽ പങ്കെടുത്ത അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരനുഭവമെങ്കിലും ഉണ്ടായിട്ടുള്ളവരെന്ന് കൈ ഉയർത്തി. ഞാൻ ചുമ്മാ ഇവിടെ വന്നേ ഉള്ളൂ അല്ല, എന്തേലും ഒരനുഭവം ഉള്ളവരെന്ന് കൈ ഉയർത്തി. നന്നായിട്ട് ഉയർത്തി. ഈ ജനത്തെ ലോകം ഒന്ന് കാണട്ടെ. എന്തേലും ഒരു അനുഭവമെങ്കിലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവരുടെ കൈ നന്നായിട്ട് ഉയർത്തി ഒന്ന് ചലിപ്പിച്ച് കാണിക്കണം. എന്തെങ്കിലും ഒരനുഭവമെങ്കിലും ദൈവസന്നിധിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ ഞാൻ സൗഖ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നിൽ ദൈവശക്തി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ എനിക്ക് ഹീലിംഗ് കിട്ടിയിട്ടുണ്ട്, തലമുറകളെ ലഭിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരനുഭവം ദൈവസന്നിധിയിൽ വന്നതിനാൽ എനിക്ക് ലഭിച്ചെന്നുള്ളവരുടെ കൈ ഒന്ന് ചലിപ്പിച്ചേ. ഇനി ഞാൻ എൻ്റെ ഒരു വാക്ക് പറയാം, എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. ആത്മീയത അഭിനയമല്ല, അതൊരു അനുഭവമാണ്. കരമൊന്നടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തുവോ? ദൈവശക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവും നിങ്ങളെ ഉപയോഗിക്കട്ടെ. ലിസൺ, ഒരു കുഷ്ഠരോഗി കർത്താവിനോട് വന്ന് ചോദിക്കുന്നു, മാർക്ക് ചാപ്റ്റർ 1 വേർഡ് 40, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. The Bible says Jesus moved with compassion. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. ഒന്ന് കൈതാത്തിട്ടെ ഒരു നിമിഷം പ്രാർത്ഥിച്ച്, എൻ്റെ അവിശ്വാസത്തെയും എൻ്റെ സംശയങ്ങളെയും എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. സകലത്തെയും കീഴടക്കുവാൻ, കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ദൈവശക്തിയിൽ വിശ്വസിക്കാൻ എനിക്ക് കൃപ തരണമേ. ശിഷ്യന്മാരും കർത്താവിനോട് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞു. ഒരു തലമുറ ആ നിലയിൽ എഴുന്നേറ്റേ പറ്റുള്ളൂ. കാരണം ഒരു തലമുറ ഇതെല്ലാം മറന്നു കഴിഞ്ഞു. ഒരു തലമുറ ഇതെല്ലാം മറന്നു കഴിഞ്ഞു. ഒരു ജനറേഷൻ ഇതിനെ നിഗ്ലക്ട് ചെയ്യുന്നു. എന്നാൽ God is equipping in another generation. In another generation. പൗലോസിനോട് പറയുന്നു, my grace is sufficient for you, for my power, for my power is made perfect in weakness. My power, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ. My power, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. ഇവർ ദൈവശക്തിയെ ഭയങ്കര ആഴമായിട്ട് അനുഭവിക്കുന്നവരാകണം. ഇവരേതെങ്കിലും ഡിപ്രഷനിലൂടെ പോകുന്നെങ്കിൽ, ഏതെങ്കിലും നിരാശകൾ ഇവർ അനുഭവിക്കുന്നെങ്കിൽ, പൗലോസിനോട് പറഞ്ഞ വാക്ക് ഞാൻ ഇവരിലേക്ക് റിലീസ് ചെയ്യുന്നു. My power is made perfect in weakness. My power, എന്റെ ശക്തി നിന്റെ ബലഹീനതയെ തോൽപ്പിക്കും. എന്റെ ശക്തി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. My power